സൗഹൃദങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സ്നേഹാശംസകൾ. പേർഷ്യൻ സാഹിത്യത്തിലെ മഹാന്മാരായ എഴുത്തുകാരിൽ ഏറ്റവും മുൻനിരക്കാരനാണ് സഅദി ഷിറാസി. മഹാനായ സൂഫി, പ്രഗത്ഭനായ കവി, ഗദ്യകാരൻ, സഞ്ചാരി തുടങ്ങി ഒട്ടേറെ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. വിശ്വസാഹിത്യത്തിലെ അനശ്വരമായ രണ്ട് പുഷ്പാരാമങ്ങളാണ് ബുസ്താനും ഗുലിസ്ഥാനും. ലോകമെങ്ങുമുള്ള സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഈ കൃതികളുടെ മഹത്വം ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ബുസ്താൻ പദ്യമാണെങ്കിൽ ഗുലിസ്ഥാൻ ഗദ്യമാണ്. എന്നാൽ കഥകളും കവിതകളും രണ്ടിലുമുണ്ട്. സഅദി മഹാനായൊരു സൂഫി വൈദ്യനായിരുന്നെങ്കിലും ബുസ്താനിലും ഗുലിസ്ഥാനിലും സൂഫി ആശയങ്ങൾക്കോ തത്വചിന്തകൾക്കോ അദ്ദേഹം കാര്യമായ ഇടം നൽകുന്നില്ല. ആത്മസംസ്കരണത്തിനും സ്വഭാവ രൂപീകരണത്തിനുമാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഈ കൃതികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കഥയാണ് ഇന്നത്തെ പ്രഭാത സന്ദേശത്തിലൂടെ പങ്കുവെക്കുന്നത്. സിറിയ ഭരിച്ച അയ്യൂബി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു സുൽത്താൻ മലിക്കുസാലിഹ്. നല്ലവനായ രാജാവ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. പേര് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നല്ല ഭരണാധികാരിയായിരുന്നു മലിക്കുസാലിഹ്. പ്രജകളുടെ ജീവിതാവസ്ഥകൾ കണ്ട് മനസ്സിലാക്കുന്നതിന് രാത്രി സമയങ്ങളിൽ വേഷം മാറി ചുറ്റി നടക്കുന്ന പതിവ് പല മുസ്ലിം ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു. മലിക്കുസാലിഹും ആ സമ്പ്രദായം പിന്തുടർന്നു പോന്നു. ഒരു രാത്രി അദ്ദേഹം വേഷപ്രച്ഛന്നനായി പട്ടണത്തിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഒരു പള്ളിയിൽ 2 ദർവീഷുമാർ തണുത്ത് വിറച്ച് കൂനിക്കൂടി ഇരിക്കുന്നത് കണ്ടു. അവരെന്തോ സംസാരിക്കുകയാണ്. മലിക്കുസാലിഹ് മറഞ്ഞു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. ഒന്നാമൻ പറഞ്ഞു, സുൽത്താൻ മലിക്കുസാലിഹ് വളരെ അഹങ്കാരിയും സ്വാർത്ഥിയും സുഖിയനുമാണ്. കൊട്ടാരത്തിൽ എന്തൊരു സൗകര്യമാണ് അദ്ദേഹത്തിന്. നമുക്കോ? നമ്മൾ ഈ കൊടുന്തണുപ്പിൽ വെറും നിലത്ത് ഉറക്കം വരാതെ ദുരിതമനുഭവിക്കുമ്പോൾ അദ്ദേഹം മെത്തയിൽ കമ്പിളി പുതച്ച് സുഖമായി ഉറങ്ങുകയാണ്. ഇത്തരമൊരു സുൽത്താനോടൊപ്പം സ്വർഗത്തിൽ പോകാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനേക്കാളും നല്ലത് ഖബറിൽ തന്നെ എന്നെന്നും കഴിഞ്ഞുകൂടുന്നതായിരിക്കും. രണ്ടാമൻ പറഞ്ഞു, മലിക്കുസാലിഹിനെ സ്വർഗത്തിൻ്റെ അടുത്തേക്ക് വരാൻ പോലും ഞാൻ അനുവദിക്കുകയില്ല. ചെരിപ്പെടുത്ത് എറിഞ്ഞ് തല ഞാൻ പൊട്ടിക്കും. അടുത്ത ദിവസം മലിക്കുസാലിഹ് 2 ദർവീഷുമാരെയും കൊട്ടാരത്തിൽ ഹാജരാക്കാൻ ഭടന്മാർക്ക് കൽപ്പന നൽകി. കൊട്ടാരത്തിലെത്തിയ ദർവീഷുമാരെ അദ്ദേഹം ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്തു. അനന്തരം 2 പേർക്കും ഓരോ പണക്കിഴി സമ്മാനമായി നൽകി. ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള സ്വർണ്ണ നാണയങ്ങൾ അതിലുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് കാര്യം പിടികിട്ടാതെ ദർവീഷുമാർ അന്തം വിട്ടു. അവരൊരാൾ ചോദിച്ചു, അമീറുൽ മോമിനീൻ, എന്താണിതിൻ്റെ എല്ലാം അർത്ഥം? ഞങ്ങളുടെ ഏത് പ്രവൃത്തിയാണ് അവിടുത്തെ ഇത്രയധികം സന്തുഷ്ടനാക്കിയത്? മലിക്കുസാലിഹ് പറഞ്ഞു, നിങ്ങളുമായുള്ള ചെറിയ ഒരു ഒത്തുതീർപ്പ് മാത്രമാണിത്. ഞാൻ സ്വർഗത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വാതിൽ അടച്ചു കളയാതിരിക്കാനും ചെരിപ്പൂരി എറിഞ്ഞ് എൻ്റെ തല പൊട്ടിക്കാതിരിക്കാനുമുള്ള ചെറിയൊരു നടപടി മാത്രം. പ്രിയമുള്ള സൗഹൃദങ്ങളെ, സുഹൃത്തുക്കളെ, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല നാളുകൾ എവർക്കും ആശംസിക്കുന്നു. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.